സംഭവം ഡാർക്കാണ്. ഈ സംഭവം നടക്കുന്നത് ഡാർക്ക് നെറ്റ് വഴിയാണ്. വീട്ടിലിരുന്ന് എങ്ങനെ കോടികൾ സമ്പാദിക്കാമെന്നുള്ള ഒരുപാട് പോസ്റ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ച് തരുന്ന ഒരു വ്യക്തിയെ പറ്റിയും കഥയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സംഭവം നടക്കുന്നത് അമേരിക്കയിലോ യൂറോപ്പിലോ എങ്ങുമല്ല, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കെറ്റാമലോൺ എന്ന് പറയുന്ന ശൃംഖലയെ പറ്റി കേട്ടിട്ടുണ്ടോ? രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ശൃംഖലയാണ് മയക്കുമരുന്നിൻ്റെ. അതുവഴിയാണ് ഇടപാടുകൾ നടന്നിരുന്നത്. 700ഓളം ഇടപാടുകൾ കഴിഞ്ഞ 2 വർഷത്തിൽ ഏകദേശം 5 മുതൽ 10 കോടി വരെയാണ് വാല്യൂ ചെയ്യപ്പെടുന്നതാണ് നാർക്കോട്ടിക്സ് ടീം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഡാർക്ക് നെറ്റ് ഉപയോഗിക്കുന്നു? പ്രത്യേക കോൺഫിഗറേഷനാണ് ഇതിന് വേണ്ടി വരുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് അയക്കുന്നത്. അത് ഡീക്രിപ്റ്റ് ചെയ്തിട്ടാണ് യൂസേഴ്സ് അതിനെ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നതും അത് പിടിക്കപ്പെടുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വിജയകരമായ ആ സാധനം മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹത്തെ പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏകദേശം 1000-ൽ പരം LSD ബ്ലോക്കുകളും മയക്കുമരുന്നിൻ്റെ ഒരു വലിയ ശേഖരവും അതോടൊപ്പം ക്രിപ്റ്റോ കറൻസി വാല്യൂ വരുന്ന ഏകദേശം 70 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഡോക്ടർ സോയൂസ് ആണ് ആഗോളതലത്തിൽ ഇതിൻ്റെ ഡീലിങ്സ് എല്ലാം നടത്തുന്നതെങ്കിൽ ക്രിപ്റ്റോ കറൻസി വഴി നടത്തുന്ന ഈ ഇടപാടിൽ തപാൽ വഴിയാണ് ഇതെല്ലാം നടക്കുന്നത്. സോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന എൻ്റെ കയ്യിലേക്കല്ല, ഈ പറയുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് കിട്ടുന്ന ഈ സാധനം നേരെ തപാൽ വഴി കസ്റ്റമേഴ്സിന് അയക്കുന്നു. ആരുടെ കയ്യിൽ നിന്ന് വരുന്നു എന്നുള്ളത് വാങ്ങുന്നവൻ അറിയുന്നില്ല. ഈ ഒരു കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. കിട്ടുന്നവന് സാധനം കിട്ടിയാൽ മതി. അവൻ കാശ് അയച്ചു കൊടുക്കുന്നു, സാധനം കിട്ടുന്നു. ഡൊമസ്റ്റിക് കൊറിയേഴ്സ് വഴി യൂസേഴ്സിലേക്ക് എത്തുമ്പോൾ പല പല ഏരിയയിലേക്കാണ് ഇത് കൊടുക്കപ്പെടുന്നത്. മുംബൈ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അങ്ങനെ പല പല സ്ഥലത്തേക്ക് പല പല ഡൊമസ്റ്റിക് കൊറിയേഴ്സ് വഴി അയക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല. എന്നാൽ ജൂൺ മാസത്തിൽ കുറച്ച് കണ്ടിന്യൂസ് ഡൊമസ്റ്റിക് കൊറിയേഴ്സിൽ കസ്റ്റംസുകാർക്ക് ഡൗട്ട് തോന്നിയതിനെ തുടർന്ന് അവർ നർക്കോട്ടിക്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇതിനെ ഇവർ വാച്ച് ചെയ്യുന്നതും ഇത് പിടിക്കപ്പെടുന്നതും. വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോസസ്സിൽ കൂടെയാണ് നാർക്കോട്ടിക്സ് ബ്യൂറോ ഇദ്ദേഹത്തെ കീഴ്പ്പെടുന്നത്. പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു കോടികളുടെ പരിപാടി നടന്നു എന്ന് അറിയപ്പെടുന്നത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഡാർക്ക് വെബും ലഹരിയുടെയും കണക്ഷൻ വരുന്നത്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലൊക്കെ ഇത് വളരെ വിരളമാണ്. പക്ഷേ ഇങ്ങനെയല്ല വീട്ടിലിരുന്ന് കാശുണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക. ഇങ്ങനെ വീട്ടിലിരുന്ന് കാശുണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അഴിയെണ്ണേണ്ടി വരും. ഓക്കേ.